ജലാലുദ്ദീൻ റൂമി 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധനായ സൂഫി മിസ്റ്റിക്കാണ്. അദ്ദേഹം ദൈവത്തിന് ഒരു ഉപഹാരം സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതായി എഴുതി. അദ്ദേഹം തുടർന്ന് പറയുന്നു, സ്വർണ്ണ ഖനിയിലേക്ക് സ്വർണം കൊണ്ടുപോകുന്നതിൽ എന്ത് പ്രസക്തി? കടലിലേക്ക് ആരെങ്കിലും വെള്ളം കൊണ്ടുപോകുമോ? ഞാൻ സമാനമായി കണ്ടെത്തിയതെല്ലാം പൗരസ്ത്യ ദേശത്തേക്ക് വാസനാദ്രവ്യങ്ങൾ കൊണ്ടുപോകുന്നത് പോലെയായി. ഇനി എൻ്റെ ആത്മാവും ഹൃദയവും നിനക്ക് സമർപ്പിക്കാം എന്ന് വിചാരിച്ചാൽ അതിലും അർത്ഥമില്ല. എന്നാൽ എത്രയോ മുമ്പ് അത് നിൻ്റേതാണ്. അതുകൊണ്ട് ഞാനൊരു കണ്ണാടി കൊണ്ടുവന്നിരിക്കുന്നു. നീ നിന്നെ കാണുക ദൈവമേ, എന്നെ ഓർക്കുക. ദൈവത്തിന് കണ്ണാടി കൊടുത്താൽ ദൈവം തന്നെ കാണുമ്പോൾ തൻ്റെ തന്നെ രൂപസാദൃശ്യമായ എന്നെ ഓർക്കുന്നു. മനുഷ്യൻ കണ്ണാടി നോക്കുമ്പോൾ അവൻ ആരുടെ പ്രതിച്ഛായയിലാണോ സൃഷ്ടിക്കപ്പെട്ടത് അവനെ ഓർമ്മ വരും. ദൈവം നമ്മെ ഓർക്കുന്നു, നാം ദൈവത്തെ ഓർക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണാടി നോക്കുമ്പോൾ ഞാൻ ആയിരിക്കുന്നതും ആയിരിക്കേണ്ടതും ഒരുപോലെ കാണാനാകും. ആയിരിക്കുന്ന എൻ്റെ കഥയെ ആകാമായിരുന്ന എൻ്റെ കഥകളെ കൊണ്ട് സമീക്ഷിക്കുന്നതാണ് ആത്മശോധന അഥവാ ആത്മവിമർശനം. നമ്മൾ കണ്ണാടി നോക്കുന്നത് കണ്ണാടി കാണാനല്ലല്ലോ, കണ്ണാടിയുടെ സൗന്ദര്യം കാണാനുമല്ല, അത് എൻ്റെ മുഖം കാണാനാണ്. എൻ്റെ മുഖത്തിൻ്റെ വൈരൂപ്യങ്ങളും അഴുക്കുകളും കാണാനും കഴുകിക്കളയാനുമാണ്. അങ്ങനെ കൂടുതൽ സുന്ദരമായി പ്രത്യക്ഷപ്പെടുന്നതിനാണ്. സൗന്ദര്യ ബോധത്തിൻ്റെ അനിവാര്യമായ ഭാഗമാണ് ഈ കണ്ണാടി നോട്ടം. നമുക്ക് കണ്ണാടിയിൽ നോക്കാം, ദൈവത്തെ കാണാം, എന്നെയും കാണാം. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട്, ദൈവമേ നീ എന്നെ കാണണമേ, എന്നെ ശോധന ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പെർമിറ്റ് ഗോഡ് ടു എഡിറ്റ് അവർ ലൈഫ്. ദൈവമേ നീ എൻ്റെ ജീവിതത്തെ എഡിറ്റ് ചെയ്യണമേ. നമുക്കെല്ലാവർക്കും അറിയാം, നാം എഴുതുന്ന പുസ്തകം നാം എഡിറ്റ് ചെയ്താൽ ഒരിക്കലും അതിൻ്റെ തെറ്റുകൾ തിരുത്താൻ സാധ്യമല്ല. നാം എഴുതുന്നതെല്ലാം ശരിയാണ് എന്ന് നമുക്ക് തോന്നും. എന്നാൽ ഉത്തമനായ സമർത്ഥനായ ഒരു എഡിറ്ററെ നമ്മൾ എഴുതിയതായ എഴുത്ത് അല്ലെങ്കിൽ പുസ്തകം നൽകിയാൽ സമർത്ഥമായി അദ്ദേഹം അത് എഡിറ്റ് ചെയ്യുകയും തെറ്റുകൾ തിരുത്തുകയും തിരുത്തലുകളോടുകൂടി തെറ്റില്ലാത്ത നല്ല പുസ്തകം പുറത്തു വരികയും ചെയ്യും. ലെറ്റ് ഗോഡ് ബി ദ ചീഫ് എഡിറ്റർ ഓഫ് അവർ ലൈഫ്. ഇവിടെ കൂടിയിരിക്കുന്ന ദൈവജനമേ, പെർമിറ്റ് ഗോഡ് ടു എഡിറ്റ് യുവർ ലൈഫ് ആൻഡ് ലെറ്റ് ഗോഡ് ബി ദ ചീഫ് എഡിറ്റർ ഓഫ് യുവർ ലൈഫ് ആൻഡ് മൈ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ ചീഫ് എഡിറ്ററായി ദൈവത്തെ നമുക്ക് അനുവദിക്കാം. ഒരിക്കലും തെറ്റാത്ത ദൈവം തെറ്റുപറ്റുന്ന നമ്മളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ നമുക്ക് കാണിച്ചു തരികയും വേദനപ്പെടുത്താതെ നന്മ സ്നേഹം ഉദ്ദേശിച്ച് നമ്മുടെ ജീവിതത്തെ അവൻ തെറ്റുകൾ തിരുത്തി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ ഈ വായിച്ച വേദഭാഗത്തിലൂടെ സഞ്ചരിച്ച് ചില ലളിതമായ ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ഈ സന്ധിയിൽ ആലോചിക്കാൻ നമുക്ക് താല്പര്യപ്പെടാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 7 മുതൽ ഉള്ള വാക്യങ്ങളാണ് പ്രധാനമായും എടുക്കുന്നത്. 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. വാട്ട് എവർ വെയർ ഗെയിൻസ് ടു മീ ഐ നൗ കൺസിഡർ ലോസ് ഫോർ ദ സേക്ക് ഓഫ് ക്രൈസ്റ്റ്. ഒരു ക്രിസ്ത്യാനി തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം കാണുന്നതും കണ്ടെത്തുന്നതും പൂർത്തീകരിക്കുന്നതും യേശുവിലാണ്
യേശുവിൽ മാത്രമാണ്. അതുകൊണ്ടാണ് പൗലോസ് 9-ാം വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തുവിനെ നേടുക, ക്രിസ്തുവിനെ നേടുക. എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെ ഇല്ല ഒന്നും, യേശു മാത്രം സമ്പത്താകുന്നു എന്ന് കൊച്ചു ജിംദേശിയുടെ പാട്ട് എത്ര സൗന്ദര്യത്തോടു കൂടിയാണ്, എത്ര ആനന്ദത്തോടു കൂടിയാണ് നമ്മൾ പലപ്പോഴും പാടുന്നത്. ഈ സന്ധ്യയിൽ ഈ ലളിതമായ വാക്ക് നമ്മളോട് ചോദിക്കാം, യേശു മാത്രമാണ് എൻ്റെ സമ്പത്ത് എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടോ? അല്ലെങ്കിൽ ഉണ്ടാകണം. യേശു മാത്രമാണ് സമ്പത്ത്, ബാക്കിയെല്ലാം ഉപാധികളാണ് എന്ന് കണ്ടെത്താനായിട്ടുള്ള കഴിവാണ് ആത്മീയതയിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. അതുകൊണ്ട് ഒരു ക്രൈസ്തവൻ്റെ സമ്പത്ത് ദൈവം നൽകുന്ന സമ്പത്തല്ല, ദൈവം സമ്പത്താകുന്നതാണ്. നമുക്കിതൊക്കെ തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല എന്ന് തോന്നിയേക്കാം. ദൈവം നൽകുന്ന സമ്പത്തും ദൈവം സമ്പത്തായിരിക്കുന്നതും തമ്മിൽ വലിയ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒരു ക്രൈസ്തവൻ്റെ ആത്യന്തിക ലക്ഷ്യം യേശുവിനെ നേടുക എന്നുള്ളതാണ്. ഒരു നദിക്ക് സാഗരോന്മുഖമാകാതിരിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. നദിക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, അത് ഒഴുകുക എന്നുള്ളതാണ്. എങ്ങോട്ടൊഴുകുന്നു? കടലിലേക്ക് ഒഴുകുന്നു. അപ്പോൾ കടലിലേക്ക് ഒഴുകുക, കടലിൽ എത്തുക, കടലിൽ വിലയം പ്രാപിക്കുക, അങ്ങനെ നദി തൻ്റെ അസ്തിത്വത്തിൻ്റെ സാഫല്യം നേടുകയാണ് ചെയ്യുന്നത്. ഓരോ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സംശയലേശമന്യേ നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്, നാം ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നു, ദൈവത്തിലേക്ക് മടങ്ങി യാത്ര ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഈ ഒരു മടക്ക യാത്രയിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടി ആണ് നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് സാധിക്കേണ്ടത്. അതുകൊണ്ടാണ് സെൻറ്റ് അഗസ്റ്റീൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആവർത്തിച്ച് ഉരുവിടുന്നതായ പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചത്, ദൈവമേ, നീ നിനക്കായി ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, നിന്നിൽ എത്തുന്നിടം വരെ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് സ്വസ്ഥതയില്ല. ഒരു മനുഷ്യ ഹൃദയവും ഒരു ക്രൈസ്തവൻ്റെ ഹൃദയവും ദൈവത്തിൽ എത്തുന്നിടം വരെ സ്വസ്ഥതയില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിനെ എപ്പോഴും മതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ യാത്ര അർത്ഥപൂർണമായിട്ട് നമുക്ക് നടക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ഫുൾനെസ് ഓഫ് ലൈഫ് ദൈവത്തിൽ മാത്രം നമുക്ക് സാധിക്കുന്നതായ കാര്യമാണ്. ക്രിസ്തുവിനെ നേടുക, ടു ഗെയിൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ നേടാൻ നിശ്ചയമായിട്ടും നമ്മൾ പലതും ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പൗലോസ് തന്നെ ഇതിനെ തുടർന്നങ്ങോട്ട് വായിക്കുന്നുണ്ട്, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനെ ലാക്കാക്കി ഞാൻ ഓടുകയാണ്. പിൻപിലുള്ളതിനെ മറക്കുക, മുമ്പിലുള്ളതിനെ നോക്കുക, കാണുക, യാത്ര ചെയ്യുക. സമാനമായ ഒരു കാഴ്ച പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് ലോത്തും കുടുംബവും സോദോം ഗോമോറയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു ഓട്ടമാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, അവർ പിന്നിലുള്ളത് ഓർത്തു, മുൻപിലുള്ളത് മറന്നു. സ്നേഹിതരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഒരു യാഥാർത്ഥ്യമായി കാണാം. പിന്നിലുള്ളത് മറന്ന് മുന്നിലുള്ളതിലേക്ക് നീങ്ങിയ പൗലോസ് അപ്പോസ്തലൻ ദൈവാനുഗ്രഹത്തിലേക്ക് നീങ്ങി ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പിൻപിലുള്ളത് മറക്കാതെ അവിടെ നോക്കി മുൻപിലുള്ളതിനെ മറന്നതായ ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി നിത്യമായി നശിച്ചു. അപ്പോൾ എല്ലാ യാത്രകളും ശിക്ഷയുടെയും രക്ഷയുടെയും യാത്രകളാണ്. എങ്ങോട്ട് നോക്കി സഞ്ചരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്തെല്ലാം ഉപേക്ഷിക്കണം എന്ന് അറിയുന്നത് നല്ലതാണ്. ആത്മീയതയിലൂടെ നിരന്തരമായിട്ടുള്ള വളർച്ചയിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു യാഥാർത്ഥ്യം, എന്തെല്ലാം നേടണം എന്നുള്ളതിനേക്കാൾ എന്തെല്ലാം ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. എന്തെല്ലാമാണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടത്. The more we eliminate, the more we illuminate in our life. എന്നാൽ എലിമിനേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാതിരുന്നാൽ നമുക്ക് ഒരിക്കലും പ്രകാശിക്കുവാനായിട്ട് സാധിക്കാതെ വരുന്നു. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ടു ഗെയിൻ ക്രൈസ്റ്റ്, അത് നമുക്ക് ഒരു ആർട്ടായിട്ട് നമുക്ക് കാണണം. അത് ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതാണ്. ലിവിങ് മെനി തിങ്സ്,
Only by living we can clearly cleave to Christ. ഇത് നമുക്ക് സാധിക്കും. So we have to leave the world of attachment and cleave to the person of Christ. അപ്പോൾ ക്രിസ്തുവിനെ നേടാനായിട്ട് നമുക്ക് അടിസ്ഥാനപരമായി വേണ്ടുന്ന കാര്യം പൗലോസ് പറയുന്നത്, we need a radical attachment to the person of Christ, a radical obedience to the will of God. ഇതുമൊക്കെ നമുക്ക് വളരെ ലളിതമായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ എന്ന് തോന്നിയാൽ പോലും, എങ്ങനെയും ജീവിക്കാവുന്ന ഈ ലോകത്തിൽ എങ്ങനെയും ജീവിക്കുവാൻ അനുവാദമില്ലാത്തവനാണ് ക്രൈസ്തവൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് ക്രിസ്തു ജീവിച്ചതുപോലെയുള്ള ജീവിതമാണ്. വീണ്ടും നമ്മൾ പാടുകയാണ്, യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ പാട്ടുകാരോട് ഉൾപ്പെടെയുള്ളവരോട് ചോദിക്കുകയാണ്, യേശുവെ നോക്കി ജീവിപ്പാൻ, യേശുവിൽ മാത്രം വിലയും പ്രാപിപ്പാൻ, യേശുവെ മാത്രം അന്വേഷിച്ച് ഞാൻ നടക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും? അതോ പല അന്വേഷണങ്ങളുടെ നടുവിൽ നിലനിൽപ്പിന് ആവശ്യമായതുകൊണ്ട് ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ഒരു അന്വേഷണം മാത്രമാണോ നമുക്കുള്ളത്? ജീസസ് ഈസ് അവർ പാറ്റേൺ, ജീസസ് ഈസ് അവർ പ്രൈസ് ആൻഡ് ജീസസ് ഈസ് അവർ പവർ. ഇത് കൃത്യമായ ബോധ്യമുണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഈ റാഡിക്കൽ അറ്റാച്ച്മെൻറ്റ് ടു ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ് നമുക്ക് സാധിക്കുന്നത്. എന്തിനാണ് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പൗലോസ് അപ്പോസ്തലൻ ബുദ്ധിമുട്ടി ഈ ത്യാഗങ്ങൾ സഹിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്? അത് 11-ാമത്തെ വാക്യത്തിലാണ്. 3-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, വല്ല വിധേനയും മരിച്ചവരിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കണം. ഇതിനാണ് ഈ പ്രതിസന്ധികൾ, കഷ്ടപ്പാടുകൾ എല്ലാം സാരമില്ല എന്ന് എണ്ണി പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിലേക്ക് നീങ്ങുന്നത്. ക്രൈസ്തവൻ്റെ വിശ്വാസത്തിൻ്റെ കേന്ദ്രം അവൻ്റെ ശരീരത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലാണ്. വി ബിലീവ് ഇൻ ദ ബോഡിലി റിസറക്ഷൻ. ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് പറയേണ്ടുന്ന കാര്യം, ദിസ് ഈസ് ദ ബോഡി ഗോയിങ് ടു ബി റിസൺ ഫ്രം ദ ഡെഡ്. എല്ലാവരുടെയും ശരീരം ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടുള്ള ശരീരമാണ്. ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടുള്ള ശരീരമായതുകൊണ്ട് ആ വിശുദ്ധിയിൽ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നു, പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു, മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതുജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ശരീരത്തിൻ്റെ, മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതുജീവനെക്കുറിച്ചും നിരന്തരമായി ബോധ്യപ്പെട്ട് വിശ്വാസയാത്രയിൽ ആവേശത്തോടുകൂടി മുമ്പോട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ ഈ നോക്കിപ്പാർക്കൽ, അതുകൊണ്ട് we believe not merely in the salvation of the soul, we believe in the bodily resurrection. ആത്മാവിൻ്റെ രക്ഷയിലല്ല, ശരീരത്തിൻ്റെ ഉയർപ്പിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആത്മാവിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാം എന്നുള്ള ചിന്ത അല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തീകരണം. മറിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പാണ് അതിൻ്റെ വീണ്ടെടുപ്പാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ലെങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗമെല്ലാം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ഒടുവിൽ പൗലോസ് റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മളെ സുന്ദരമായ നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായ ഈ പ്രത്യാശയുടെ വാക്ക് നമ്മളെ പഠിപ്പിക്കുകയാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, ഈ വാക്യം ഒരുപക്ഷെ നമുക്ക് കാണാതെ അറിയാമായിരിക്കും. പക്ഷേ നമ്മൾ ഒരിക്കലെങ്കിലും നമ്മളിൽ വസിക്കുന്ന ആത്മാവ്, അതിനെ ക്രിസ്തുവിൻ്റെ ആത്മാവ് കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ളത് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണോ, അല്ലെങ്കിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നവരാകണം. നമ്മളെല്ലാവരും ശരീരജീവികളാണ്, നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്. ഈ ശരീരം ഞാൻ സൂചിപ്പിച്ചല്ലോ, ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടുള്ള ശരീരമാണ്.
അതുകൊണ്ട് അതിനെ വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ടത് നമ്മുടെ പരമപ്രധാനമായ ഉത്തരവാദിത്വമാണ്. നമ്മൾ ഏറ്റവും അധികം മിസ്യൂസ് ചെയ്യുന്നത് ഈ ശരീരത്തെയാണ്. ഈ ശരീരത്തെ മിസ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അധാർമികമായ സ്ഥലങ്ങളിലേക്ക് പോകുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ള ഇമ്മോറൽ ആക്ടിവിറ്റീസ് മാത്രമല്ല. ഞാനിവിടെ ഇരിക്കുന്ന ഈ ആളുകളോട് ചോദിക്കുകയാണ്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, ഹോളി ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, അത് സ്വീകരിക്കുന്ന വായിലൂടെ കഴിഞ്ഞ 6 ആഴ്ചയ്ക്കുള്ളിൽ ആരെക്കുറിച്ചും ഒരു ദോഷമോ ചിന്തിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു പുരുഷന് കൈവക്കാം. കുർബാന കൂടുതൽ കൊള്ളുന്നു, വായിൽ നിന്ന് വരുന്ന അസത്യങ്ങളുടെ നമ്പരും കൂടുന്നെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. നിങ്ങളുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ശരീരമാണ്. മനസ്സിലായോ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇത് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടുള്ള ശരീരം എന്നുള്ളത് കൊണ്ട് പൗലോസ് അതുകൊണ്ടാണ് റോമർ 12 പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ. എന്നാൽ ഈ ലോകത്തിൽ സ്വകാര്യ നേട്ടത്തിനും സന്തോഷത്തിനും ആർഭാടത്തിനും വേണ്ടി മാത്രമാണ് നമ്മൾ ദൈവത്തെ കൂട്ടുപിടിക്കുന്നതെങ്കിൽ അത് ദൈവനിഷേധമാണ്, ദൈവനിന്ദയാണ്. നമ്മളൊരു കുടുംബത്തെ എടുക്കുക. ഒരു കുടുംബത്തിൽ ഒരാൾ എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നു, എല്ലാവരും പരസ്പരം അംഗീകരിച്ച് ജീവിക്കുന്നു. ഒരാൾ മറ്റേയാൾക്ക് വേണ്ടി ജീവിക്കുന്നു. ഒരാളും മറ്റേയാളിനെ ഉപയോഗിക്കുന്നില്ല. നോബഡി ഈസ് യൂസിങ് ദി അതർ ഫോർ മൈ പ്ലഷർ. ഇല്ലേ? ഒരിക്കലും ഇല്ല. ആരെയും അടിമകളാക്കുന്നില്ല, അവിടെ ഇരകളാക്കുന്നില്ല. സ്നേഹത്തിൽ കരുതലോടെ പങ്കിടുന്നതേ ഉള്ളൂ. ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ അനുവദിക്കാതെ, ദൈവം നമ്മളെ ഉപയോഗിക്കാൻ അനുവദിച്ചാൽ അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. ലളിതമായ കാര്യമല്ലത്. ഭയങ്കരമായ വിപ്ലവകരമായ വ്യത്യാസങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ദൈവത്തെ നാം ഇരയാക്കുന്നു, ദൈവത്തെ വേട്ടയാടുന്നു, ദൈവത്തെ ഉപയോഗിക്കുന്നു. നമ്മുടെ താല്പര്യ സംരക്ഷണത്തിനുള്ള ഒരു വലിയ മാർഗമായി, ഒരു വലിയ ശക്തിയായി നമ്മൾ ദൈവത്തെ കാണുന്നു. സോദോം ഗൊമോറയും അബ്രഹാമും തമ്മിൽ ഒറ്റ കാര്യത്തിലാണ് വ്യത്യാസം ഉണ്ടായിരുന്നത്. അതൊരു കാഴ്ചയുടെ വിഷയത്തിലാണ്. അബ്രഹാം പരദേശികളായി വന്ന ആളുകളെ ദൈവത്തിൻ്റെ പ്രത്യക്ഷങ്ങളായി കണ്ട് സാഷ്ടാംഗ പ്രണാമം നടത്തി അവരെ തൻ്റെ വീട്ടിൽ സ്വീകരിച്ച് ആതിഥ്യം നൽകി അവർക്ക് സന്തോഷം നൽകി തിരിച്ചയച്ചു. അതേ മനുഷ്യർ, ഈ പരദേശികളായ മനുഷ്യർ സോദോം ഗൊമോറയിൽ ചെന്നപ്പോൾ അവരെ വേട്ടയ്ക്കുള്ള മൃഗങ്ങളായി സോദോം നിവാസികൾ കണ്ടു. ഒരേ ആളുകളെ വേട്ടമൃഗമായി കാണാം, മറ്റൊരു കൂട്ടം ആളുകളെ ഉപയോഗിക്കുന്ന വസ്തുക്കളായി കാണാം. അതേ സ്ഥലത്ത് അബ്രഹാം ഈ പ്രത്യക്ഷങ്ങളായ ഈ പരദേശികളെ ദൈവത്തിൻ്റെ പ്രത്യക്ഷങ്ങളായിട്ട് അവർ കണ്ടു. സ്നേഹിതരെ, നാം സത്യവിശ്വാസികൾ എന്ന് സ്വയം ചിന്തിക്കുന്ന ആളുകളാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും നല്ലവരാണ്, കുഴപ്പമില്ലാത്തവരാണ്, വലിയ കറക്ഷൻസ് ഒന്നും ആവശ്യമില്ലാത്തവരാണ് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പൗലോസ് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രമാണ്. അപ്പോൾ ഈ പത്രം വായിക്കുന്നതിലൂടെയാണ് ലോകം നമ്മിലൂടെ യേശുവിനെ കാണേണ്ടതും യേശുവിൻ്റെ വാർത്ത അറിയേണ്ടതും. ഇവിടെ വീണ്ടും നോക്കുക, ഈ 11-ാം വാക്യത്തിൽ തന്നെ, വല്ല വിധേനയും മരിച്ചവരിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് പൗലോസ് പറയുന്നത്. എങ്ങനെയാണിത് സാധിക്കുന്നത് എന്ന് പൗലോസ് പറയുന്നുണ്ട്. 3 കാര്യങ്ങൾ കൃത്യമായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അവൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളിയാകുക, പാർട്ടിസിപ്പേറ്റ് ഇൻ ഹിസ് സഫറിങ്സ്. അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുക, ബിക്കമിങ് ലൈക്ക് ഹിം ഇൻ ഹിസ് ഡെത്ത്. അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി തിരിച്ചറിയുക, നോ ദ പവർ ഓഫ് റിസറക്ഷൻ. ഈ ഉയർപ്പ് സാധ്യമാകാൻ പൗലോസ് വല്ല വിധേനയും ആഗ്രഹിക്കുന്ന, ഏത് വിധേനയെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ഉയർപ്പ് സാധ്യമാകാൻ, സ്നേഹിതരെ, പല വഴികളില്ല, ഒറ്റ വഴിയേ ഉള്ളൂ. യേശു പറഞ്ഞു, ഞാനാണ് ആ വഴി. ആ വഴി കുരിശിൻ്റെ വഴിയാണ്. വേ ടു റിസറക്ഷൻ ഈസ് ദ വേ ഓഫ് ദ ക്രോസ്. അത് കുരിശിൻ്റെ വഴിയാണ്. ലോകത്തിൽ ക്രിസ്തു സാന്നിധ്യമാകാൻ വിളിക്കപ്പെട്ടവരാണ് നാം.
അവനിൽ വസിക്കുന്നവരാണ് നമ്മൾ. അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവർ അവൻ നടക്കേണ്ടതുപോലെ നടക്കേണ്ടതാകുന്നു. അപ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അന്തസാര സത്ത, നമ്മുടെ ആത്മീയത, നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു വാക്കിൽ പറഞ്ഞാൽ, ആൻഡ് ദാറ്റ് ഈസ് വെരി സിമ്പിൾ, ബി ലൈക്ക് ക്രൈസ്റ്റ്, യേശുവിനെ പോലെ ആകുക. മുമ്പേ നമ്മളൊരു പാട്ടിനെ കുറിച്ച് പറഞ്ഞു, യേശുവിനെ പോലെ ആകണം, യേശുവിനെ നോക്കണം, യേശു ജീവിച്ചതുപോലെ ജീവിക്കണം. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടക്കുന്നു. കുടുംബ പ്രാർത്ഥനയിൽ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ക്രമം അനുസരിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അവർ പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു. ഒടുവിൽ വീട്ടിൻ്റെ ഗൃഹനാഥൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമായി തോന്നുന്ന പ്രാർത്ഥനയാണ്. എല്ലാം പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ അയൽവക്കക്കാർക്ക് വേണ്ടി വളരെ പ്രത്യേകമായിട്ട് ദൈവമേ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഒരു അസുഖം ഉണ്ടാകരുത്, ഒരു വിഷമവും ഈ രാത്രി ഉണ്ടാകരുത്, നല്ല സുഖനിദ്ര കൊടുക്കണമേ, അവരെ കാത്തുകൊള്ളണേ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ അയൽവക്കക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ചുരുക്കമാണ്, ഇതെന്ത് ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അതച്ചോ, ഇത് അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഈ ദേശത്തൊരു കാറ് ഞങ്ങൾക്കേ ഉള്ളൂ. അവന് രാത്രിയിൽ 1:30 ഇവിടെ ഒരു വേദന, അവിടെ ഒരു വേദന എന്ന് പറഞ്ഞാൽ ഈ കാറും കൊണ്ട് പോകേണ്ടത് ഞാനാണ്. അപ്പോൾ അവൻ ഉറങ്ങേണ്ടത് എൻ്റെ ഉറക്കത്തിന് ആവശ്യമാണ്. ഈ നശിച്ച ആത്മീയതയും പ്രാർത്ഥനയും നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഓരോരുത്തരും ആത്മീയതയുടെ അർത്ഥം കണ്ടെത്തുകയുള്ളൂ. എനിക്ക് ഉറക്കം നഷ്ടപ്പെടാതിരിക്കാൻ അയൽവക്കക്കാരന് ഉറക്കം കൊടുക്കണമെന്നുള്ള പ്രാർത്ഥനയെ അല്ല, അത് കാപട്യമായിട്ടുള്ള പ്രാർത്ഥനയാണ്, സ്പിരിച്വൽ പ്രോസ്റ്റിറ്റ്യൂഷൻ. ദൈവം എന്നെ കാത്തുകൊള്ളണം, ആ കാക്കുന്നതിന് അവനെ കൂടെ കാത്തോണം എന്ന് പറയുന്ന പ്രാർത്ഥനയിൽ നിന്ന്, ദൈവമേ ഈ രാത്രിയിൽ പാതിരാത്രിക്കാണെങ്കിലും ഒരുത്തൻ്റെ ഒരു ടെലിഫോൺ കോളോ അല്ലെങ്കിൽ ഒരുത്തൻ വന്ന് എന്നോട് ആവശ്യപ്പെട്ടാൽ ഈ ദേശത്ത് ഒരു വണ്ടിയുള്ള എന്നെ ഉറക്കമില്ലാതെ ആരോഗ്യത്തോട് കൊണ്ടുപോകാനായിട്ടുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നതല്ലേ സത്യസന്ധമായ പ്രാർത്ഥന? എന്താണ് നമുക്ക് പ്രാർത്ഥിക്കാൻ ഒക്കാത്തത്? എന്തുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നില്ല? നമുക്ക് വേഗം മുമ്പോട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ദർശനം കാണാൻ, ഒടുവിൽ നമ്മൾ നോക്കുക, ഓൺ ദ ക്രോസ് ദ സ്പീഡ് ഓഫ് ജീസസ് ബിക്കെയിം 0. അവിടെ നെയിൽ ഡൗൺ ചെയ്തു, അവിടെ ക്രൂശിക്കപ്പെട്ടു, ഇനി സ്പീഡില്ല. ആൻഡ് ദ വെലോസിറ്റി ഈസ് 0 now. ആൻഡ് ദി 0 വെലോസിറ്റി ഈസ് ഓൾവേസ് എ സേവിങ് വെലോസിറ്റി, മൈ ഡിയർ ഫ്രണ്ട്സ്. ക്രൂശിൻ്റെ നിശ്ചലമായ സ്പീഡുണ്ടല്ലോ, അനങ്ങാത്ത ആ നിപ്പ്, ആ സ്റ്റാൻഡ് സ്റ്റിൽ പൊസിഷൻ, 0 വെലോസിറ്റിയാണ് ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ രക്ഷപ്പെട്ടതെന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. വളരെയധികം ഈ ഫാസ്റ്റായിട്ട് നീങ്ങുന്ന ഒരു ലോകത്തിൽ യേശു ക്രിസ്തു നടന്നതുപോലെ നടക്കാൻ, പതുക്കെ നടക്കാൻ, ഓരോരുത്തരുടെയും മുഖം കാണാൻ, അയൽവക്കക്കാരനെ കാണാൻ, അവരനെ കാണാൻ, വീണ് കിടക്കുന്നവനെ കാണാൻ, വേദനിക്കുന്നവനെ കാണാൻ, അവൻ്റെ വേദന എൻ്റെ വേദനയാണ് എന്ന് കണ്ടെത്താൻ, അവൻ്റെ സൗഖ്യത്തിന് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുവാൻ നമുക്കിടയാകുമ്പോൾ യേശുവെ പോലെ ആകുവാൻ എന്ന് നമ്മൾ പാടുന്നതും വല്ല വിധേനയും ഉയർക്കാനുള്ള പൗലോസ് നമുക്ക് നൽകുന്ന നിർദ്ദേശത്തിൽ ഈ അവൻ്റെ കഷ്ടതയിലും കഷ്ടപ്പാടിലും പങ്കുചേരാനായിട്ട് ഉള്ള ഒരു പരിധി വരെയെങ്കിലും നമുക്ക് നീങ്ങാൻ സാധിക്കും. യേശു ഭക്ഷിച്ചതുപോലെ ഭക്ഷിക്കുക, നമുക്കത് വളരെ ലളിതമായി തോന്നാം. ജോർജ് സോറസ് പ്രഭു എന്ന് പറയുന്ന ഏഷ്യൻ ദൈവശാസ്ത്രജ്ഞൻ, ഇന്ത്യക്കാരനാണ്. അദ്ദേഹം ഇപ്പോൾ ഇല്ല, ഏഷ്യൻ ലിബറേഷൻ തിയോളജിയനാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളുടെ അന്തസാര സത്തയായിട്ട് അദ്ദേഹം പറയുന്നത്, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാനായിട്ടുള്ള കാരണം അവൻ യെരുശലേം ദേവാലയത്തിൽ പോയി ചാട്ടവാറുകൊണ്ട് ആളുകളെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കിയതൊന്നുമല്ല, യഹൂദന്മാരോട് വണങ്ങിയതൊന്നുമല്ല, ശബത്തിൽ സൗഖ്യമാക്കിയതൊന്നുമല്ല. അവൻ്റെ ഭക്ഷണക്രമമായിരുന്നു അതിന് കാരണം. യേശുക്രിസ്തു ഭക്ഷിച്ചത് ആരോട് കൂടിയാണ്? ചുങ്കക്കാരോടും പാപികളോടും കൂടിയാണ് അവൻ ഭക്ഷണം കഴിച്ചത്. സമൂഹം അവഗണിച്ചവരായ ആളുകളോടുകൂടെ, ഭ്രഷ്ട് കൽപ്പിച്ച ആളുകളോട്, പാപികളെന്ന് നാം മുദ്രയടിക്കുന്നവരോടുകൂടി, ഇരയാക്കപ്പെട്ടവരോടുകൂടി, ഈ അരികുകളിൽ പാർക്കുന്നവരോടുകൂടി, അങ്ങനെയുള്ള ഭക്ഷണത്തിൻ്റെ അവസാനത്തെ ഭക്ഷണമാണ് ലാസ്റ്റ് സപ്പർ. അവൻ്റെ ടേബിൾ ഫെലോഷിപ്പിൻ്റെ, അവൻ്റെ ഈ പന്തി ഭോജനങ്ങളുടെ അവസാനത്തെ വിശുദ്ധമായിട്ടുള്ള ഭക്ഷണമാണ് ലാസ്റ്റ് സപ്പർ, അന്ത്യത്താഴം. യേശു ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടി, അവരോട് പറഞ്ഞു, എല്ലാവരും ഇന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, നമുക്ക് ഇത് അന്ത്യ അത്താഴമാണ്. എല്ലാവരും കഴിക്കുമ്പോൾ
നമുക്കും ഇത് കഴിക്കാം, നാളെയും കഴിക്കണമെന്ന് നമുക്ക് ആഗ്രഹമല്ലേ? എന്നാൽ ഇതെന്താണ് ഇന്ന് അന്ത്യവത്താഴമായിരിക്കുന്നത്? യേശു ക്രിസ്തു അവരോട് പറഞ്ഞു, നമ്മൾ വ്യത്യസ്തമായി ഭക്ഷണം കഴിച്ചവരാണ്, നമ്മൾ വ്യത്യസ്തമായി ആളുകളോടുകൂടെ ഇരുന്നവരാണ്. ഏതു ഭക്ഷണമാണോ, ഏത് ഭക്ഷണക്രമമാണോ നമ്മെ ഈ അത്താഴത്തിലേക്ക് വഴി നടത്തത്, ഡു ദീസ് ഇൻ റിമെമ്പറൻസ് ഓഫ് മീ, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. വിശുദ്ധ കുർബാനയുടെ ഗൗരവമായ അർത്ഥങ്ങളിൽ ഒരു തലമാണിത്. ഡു ദീസ്. ഏത് ഭക്ഷണമാണോ, നമ്മൾ ഇന്ന് ആരോടുകൂടിയാണ് ഭക്ഷണം കഴിക്കുന്നത്? ആരുടെ കൂടെയൊക്കെയാണ് ഭക്ഷണം കഴിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്? ആരെയൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തിന് വിളിക്കുന്നത്? നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നവരെ നമ്മുടെ ടേബിളിൽ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്ന ആളുകളാണോ? നമ്മളുടെ ഡൈനിങ് ടേബിളൊക്കെ ആർക്ക് വേണ്ടിയാണ് നമ്മൾ തുറക്കാറുള്ളത്? ഓർക്കുക, ഓരോ ഭക്ഷണമേശയും കർത്താവിൻ്റെ രണ്ടാമത്തെ കുർബാന അനുഭവമാണ്. എവരി മീൽ ഈസ് എ സെക്കൻഡ് യൂക്കറിസ്റ്റ്. നെവർ ഫർഗെറ്റ് ദിസ്. ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മുടെ ഭക്ഷണ മേശ എന്ന് പറയുന്നത്, യുവർ ഡൈനിങ് ടേബിൾ ഈസ് സിംപ്ലി ദി എക്സ്റ്റൻഷൻ ഓഫ് ദ ഡിവൈൻ ടേബിൾ. ദൈവത്തിൻ്റെ ആ ഭക്ഷണമേശയുടെ തുടർച്ചയാണ് നമ്മളുടെ ഭക്ഷണമേശ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്, അവൻ്റെ കഷ്ടപ്പാടുകളൊന്നും അവന് വേണ്ടിയായിരുന്നില്ല, എല്ലാം പരനു വേണ്ടിയും അവരനു വേണ്ടിയുമായിരുന്നു. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ള ഏക ആഗ്രഹമാണ് അവനുണ്ടായിരുന്നത്. ഈ അപരബോധം, ഈ ബന്ധുത്വബോധം നമുക്ക് ഉണ്ടാകണം. തൻ്റെ വിശപ്പിന് ഒരിക്കലും അവൻ അപ്പം ഉണ്ടാക്കിയില്ല, എന്നാൽ വിശക്കുന്നവൻ്റെ വിശപ്പകറ്റാൻ വേണ്ടി അവൻ നിരന്തരമായി അപ്പം മുറിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആത്മീയതയുടെ ആഴം അവൻ നമുക്ക് നൽകുകയാണ്. നിക്കോളാസ് ബർദേവ് നമ്മളെല്ലാവരും ആവർത്തിച്ച് കേൾക്കുന്ന സുന്ദരമായ വാക്കാണല്ലോ, എൻ്റെ അപ്പത്തിന് വേണ്ടിയുള്ള എൻ്റെ അന്വേഷണം ഭൗതിക കാര്യം, എൻ്റെ സഹോദരൻ്റെ അപ്പത്തിന് വേണ്ടിയുള്ള എൻ്റെ അന്വേഷണം ആത്മീയ കാര്യമാണ്. സഹോദരൻ്റെ വിശപ്പ് എൻ്റെ ആത്മീയ പ്രശ്നമാകുമ്പോഴാണ് ഞാൻ ആത്മീയനാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയാനായിട്ടിടയാകട്ടെ. യേശുവിൻ്റെ യാത്രകളെല്ലാം തന്നെ സേവിങ് ജേർണീസ് ആയിരുന്നു, സെക്കൻഡ് മൈൽ ജേർണി ആയിരുന്നു. അവൻ ഭക്ഷണം കഴിച്ചതെല്ലാം പാപികളോടും ഭക്ഷണം നിഷേധിക്കപ്പെട്ടവരുമാണ്. നമുക്കൊരു പുതിയ ദർശനം ഉണ്ടാകട്ടെ, നമുക്കൊരു പുതിയ ചിന്ത നമ്മളിൽ വരട്ടെ. ആദിമ ക്രൈസ്തവ സഭയെക്കുറിച്ച് അതാണ് പറയുന്നത്. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്നാരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. മുട്ടുള്ളവർ ആരും അവരിലുണ്ടായിരുന്നില്ല. ഞങ്ങൾ ആദിമ സഭയെപ്പോലെ ആകും, ഞങ്ങൾ ഏക മനസ്സും ഏക ഹൃദയമുള്ളവരാണ്. ഞങ്ങൾക്കുള്ളത് ഒന്നും ഞങ്ങൾ സ്വന്തമെന്ന് പറയുകയല്ല, ഞങ്ങൾക്കുള്ളതെല്ലാം പൊതുവായിരിക്കും, ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് നൽകപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സഭ വരുമ്പോൾ ആ ദേശം അനുഗ്രഹിക്കപ്പെടും, ഒരിടവക വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. ഒരുപാട് ആവശ്യങ്ങളുള്ള ഒരു ലോകമാണ്. ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇങ്ങനെ ഒരു ദർശന സാഫല്യമാണ് നമുക്കുള്ളത്. നമ്മൾ വിശ്വാസത്തിൻ്റെ യാത്രയിൽ മുമ്പോട്ട് നീങ്ങാണ്. പൗലോസ് പറഞ്ഞു, എനിക്ക് ലാഭമായിരുന്നതെല്ലാം ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. നമുക്ക് പറയാനായിട്ട് സാധിക്കണം. സമർപ്പണത്തിൻ സമയമിതാ.